Good morning, all. Good morning, ma'am. Morning, ma'am. Good morning. Prayer പറഞ്ഞോട്ടാ. Prayer. Dear God, thank you for this day and the learning we received. Bless our teachers and friends. Guide us with wisdom, patience, and peace. Amen. Good morning, ma'am. And everyone. Today I'm very happy to see you together here. I'm very pleased to welcome our Abana ma'am for conducting today's class and also sharing information about what we learned. And I'm very glad to extend my warm welcome to all my dear friends for today's session. Thank you everyone and have a nice day. Good morning, ma'am. I'm Shruti Suresh. Today's thought. Anyone who has never made a mistake has never tried anything new. Thank you. Okay. അപ്പോ ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? Yes, ma'am. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളുടെ ചാപ്റ്റേഴ്സ് ഏതെങ്കിലും എടുക്കാത്തതുണ്ടോ? Ma'am, six എടുക്കണം ma'am. പൊസിഷനോ? Structure of the classroom. അത് അശ്വതി മിസ് എടുക്കും കേട്ടോ. 6 and 7. 7. Program for developing value of various Part kinds. 3-ലെ 9ഉം 10ഉം എടുത്തിട്ടില്ല കേട്ടോ മാം. ടെൻഡൻസി ഓഫ് മാൻ അല്ലേ? പിന്നെ മോണ്ടിസോറി ടേംസ്. ജിഷാ മിസ് എടുക്കാന്നല്ലേ പറഞ്ഞത് ടെൻഡൻസി ഓഫ് മാൻ? അല്ലെങ്കിൽ എന്നോടൊന്ന് ഇൻഫോം ചെയ്യണോട്ടോ, മിസ്സിനോട് ഒന്ന് ചോദിച്ചിട്ട്. ഓക്കെ മാം. അധികം ലേറ്റ് ആവണ്ട, അതൊന്ന് നോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളിനി 4 ചാപ്റ്റേഴ്സ് തീരാനുള്ളൂ. ടെൻഡൻസീസ് ഓഫ് മാൻ, മോണ്ടിസോറി ടേംസ്, പ്രോഗ്രാം ഫോർ ഡെവലപ്പിംഗ് വാല്യൂ ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ സെമിനാർ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ. സോ ഫസ്റ്റ് നോർമലൈസേഷനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത് സ്നേഹയാണ്. സ്നേഹനെ ഞാൻ പിൻ ചെയ്തോട്ടെ? ഓക്കെ മാം. ഓക്കെ. ചെയ്തോട്ടോ. Okay. Topic is normalization. Introduction. Start it, ma'am. Start ചെയ്തോട്ടോ. Okay. Normalization in children refers to the process by which children learn and adopt socially accepted behaviors, values, and habits. It helps children understand what is considered normal in society. According to Dr. Maria Montessori, normalization is a natural process of development in children. It does not mean making children uniform or forcing discipline. Instead, it refers to the child's ability to develop self-discipline, concentration, independence, and love for purposeful work when placed in a suitable environment. അതായത് ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ വിദ്യാഭ്യാസ രീതിയിൽ നോർമലൈസേഷൻ എന്നത് കുട്ടികളെ ഒരേ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന ഒരു പ്രക്രിയയല്ല. പകരം ശരിയായ അന്തരീക്ഷം ലഭിക്കുമ്പോൾ കുട്ടികള് സ്വാഭാവികമായിട്ട് വളരുന്ന സെൽഫ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഏകാഗ്രത, അതുപോലെ സ്വതന്ത്രത എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു സ്വാഭാവിക വികസന പ്രക്രിയയാണ്. ഇനി അതിന്റെ മീനിങ് ഓഫ് നോർമലൈസേഷൻ എന്നതാണ്. In the Montessori concept, normalization occurs when a child is allowed freedom within limits in a prepared environment. Through meaningful activities, the child's free nature emerges, leading to inner order and calmness. അതായത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, അതായത് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പരിധികൾക്കുള്ളിൽ ഉള്ളൊരു ഫ്രീഡം ലഭിക്കുമ്പോഴാണ് നോർമലൈസേഷൻ ഉണ്ടാകുന്നത്. അതായത് കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാകുന്നു. ഇതിലൂടെ ഉള്ളിലുള്ള അവർക്കുണ്ടാകുന്ന ഒരു സമാധാനമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നോർമലൈസ്ഡ് ചൈൽഡ് ആണ്. എ നോർമലൈസ്ഡ് ചൈൽഡ് ഷോസ് ഡീപ് കോൺസെൻട്രേഷൻ, ലവ് ഓഫ് വർക്ക്, സെൽഫ് ഡിസിപ്ലിൻ, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ കോപ്പറേഷൻ, ഇന്നർ ഹാപ്പിനെസ് ആൻഡ് കോൺഫിഡൻസ് ആണ്. അതായത് കുട്ടിയുടെ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ഏകാഗ്രത ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നല്ലൊരു സ്നേഹത്തോടെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക.
പിന്നെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട്, അതായത് സ്വയം നിയന്ത്രണത്തിലായിരിക്കും. പിന്നെ സ്വതന്ത്രത ഉണ്ടാകും. പിന്നെ സാമൂഹിക സഹകരണം. പിന്നെ ഇങ്ങനെ സെൽഫായിട്ടെല്ലാം ചെയ്യുന്നതിലൂടെ, നമ്മൾ ഒരു ഫോഴ്സും ചെയ്യാതെ സെൽഫായിട്ട് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് സന്തോഷവും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ്, റോൾ ഓഫ് ദ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. The Montessori environment plays a key role in normalization. First one, child-sized furniture, well-organized and attractive materials, freedom of movement and choice, self-correcting learning materials. അതായത് നമ്മൾ പറയുന്ന ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പങ്ക് എന്ന് പറയുന്നത് മോണ്ടിസോറി ക്ലാസ് റൂമിലെ അന്തരീക്ഷം നോർമലൈസേഷന് നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ അതില് കുട്ടികൾക്ക് അനുയോജ്യമായ, അതായത് വലിപ്പത്തിലുള്ള ഫേർണിച്ചേഴ്സ് ഉണ്ടാകും, ക്രമത്തിലാക്കിയ ആകർഷകമായിട്ടുള്ള പഠന മെറ്റീരിയൽസ് ഉണ്ടാകും, പിന്നെ സ്വതന്ത്രമായ ചലനത്തിനും തിരഞ്ഞെടുപ്പിനുമുള്ള അവസരം ഒരുക്കി കൊടുക്കും. പിന്നെ സ്വയം തെറ്റ്, സെൽഫ് കറക്ഷൻ മെത്തേഡ് സഹായിക്കുന്ന ആ ഒരു മെത്തേഡ് പഠിക്കാൻ വേണ്ടി കൂടുതൽ നല്ലതായിരിക്കും. പഠനോപകരണങ്ങൾ ഇത്തരം അന്തരീക്ഷം കുട്ടിയുടെ സ്വതന്ത്രത, പഠനത്തെയും അതുപോലെ തന്നെ ഏകാഗ്രതയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ദ മോണ്ടിസോറി ടീച്ചർ. ദ മോണ്ടിസോറി ടീച്ചർ ഓർ ഡയറക്ടർ ഓർ ഫെസിലിറ്റേറ്റർ helps normalization by acting as a guide, not a controller, observing children carefully, introducing materials at the right time, avoiding unnecessary interference, respecting each child's space of learning എന്നുള്ളത്. അതായത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ എന്നല്ല, ഒരു ഫെസിലിറ്റേറ്റർ പങ്ക് എന്ന് പറയുന്നത് അധ്യാപകനായിട്ടല്ല ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക, നേരെ മറിച്ച് മാർഗനിർദ്ദേശകനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ കുട്ടികളിലെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ശരിയായ സമയത്ത് പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പിന്നെ ആവശ്യമായ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കും. പിന്നെ ഓരോ കുട്ടിയുടെയും പഠന വേഗത മാനിക്കും. അതൊക്കെയാണ് ഒരു ടീച്ചറുള്ള ഫെസിലിറ്റേറ്റർ റോൾ എന്ന് പറയുന്നത്. പിന്നെ റോൾ ഓഫ് വർക്ക് ഇൻ നോർമലൈസേഷൻ. Purposeful work is essential for normalization. When children engage in activities of their own choice, they are develop concentration, strengthen willpower, achieve self-control, experience joy and satisfaction. ഇതിൽ നോർമലൈസേഷൻ എന്നുള്ള ആ ഒരു ഫാക്ടറിന്റെ പങ്ക് എന്ന് പറയുന്നത് ഏകാഗ്രത വികസിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ വിൽ പവർ, അതായത് മനോബലം ശക്തമാക്കും. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ സന്തോഷവും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് ഹെൽപ്സ് ദ ചൈൽഡ് റീച്ച് എ സ്റ്റേറ്റ് ഓഫ് നോർമലൈസേഷൻ. അത് റിപ്പീറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന നേരത്തെ കുട്ടിക്ക് അത് കൂടുതലും സെൽഫ് കറക്ഷനിലൂടെ കുട്ടിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കൂടി സാധിക്കുന്നുണ്ട് എന്നതാണ് നോർമലൈസേഷനിലൂടെ കൂടുതലായിട്ട് വ്യക്തമാകുന്നത്. ദെൻ ഒബ്സ്റ്റാക്കിൾസ് ടു നോർമലൈസേഷൻ എന്ന് പറയുന്നത്, normalization may be hindered by over control by adults, lack of freedom, poorly prepared environment, excessive reward or punishment. അതായത് പിന്നെ നോർമലൈസേഷന് തടസ്സമാകുന്ന ഘടകങ്ങൾ, അതായത് കുട്ടികളുണ്ടാകുന്ന നോർമലൈസേഷന് തടസ്സമാകുന്നത് എന്തൊക്കെയാ വെച്ചാൽ മുതിർന്നവരുടെ അതിരുകടന്ന നിയന്ത്രണങ്ങള്, പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ അഭാവം, പിന്നെ ശരിയായി തയ്യാറാക്കാത്ത അറ്റ്മോസ്ഫിയർ, കുട്ടികൾക്ക് വേണ്ട രീതിയിലല്ലാത്ത അറ്റ്മോസ്ഫിയേഴ്സ്, അതുപോലെ തന്നെ അമിതമായി നമ്മളെ റിവാർഡ്സും അതുപോലെ തന്നെ പണിഷ്മെന്റ്സ് ഒക്കെ നൽകുന്നതും എന്താണ് വരുന്നത്, ഒബ്സ്റ്റക്കിൾസിന് ലീഡ് ചെയ്യും. പിന്നെ ദീസ് ലീഡ്സ് ടു ഡീവിയേഷൻ rather than healthy development എന്നുള്ളതാണ്. Then educational importance of normalization forms the foundation of Montessori education, encourages holistic development, builds responsible and confident individuals, then promotes lifelong love for learning. അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമാണ് നോർമലൈസേഷൻ എന്നുള്ളത്. അതുപോലെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഇത് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഉത്തരവാദിത്തമുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം, അതായത് പഠനത്തോടുള്ള എല്ലാം അതും കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The last conclusion, normalization in the Montessori concept is a positive and natural developmental process. When children are provided with freedom, respect, and a supportive environment, they naturally develop discipline, independence, and inner peace.
It does not aim at controlling or molding the child according to adult expectations, but rather it revealing the child's true potential. Dr. Maria Montessori believed that normalization is a foundation of true education. Through purposeful activity and minimal adult interference, children achieve inner order, emotional balance, and social harmony. A normalized child is not only academically prepared, but also emotionally stable and socially respectable. That means മോണ്ടിസോറി ആശയപ്രകാരം കുട്ടികളിലെ നോർമലൈസേഷൻ എന്നത് ഒരു സ്വാഭാവികവും അനുകൂലവുമായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഒരു പ്രോസസ്സാണ്. ഇത് കുട്ടിയെ കൺട്രോൾ ചെയ്യുക, അതുപോലെ മുതിർന്നവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തതോ ഒന്നുമല്ല. മറിച്ച് കുട്ടിയുടെ കഴിവുകളും അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങൾ പുറത്ത് കൊണ്ടുവരിക എന്നതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ. ദെൻ ശരിയായി തയ്യാറാക്കിയ ഒരു അറ്റ്മോസ്ഫിയറും അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രീഡം പിന്നെ അവൈലബിൾ ആകുമ്പോഴാണ് കുട്ടികൾക്ക് സ്വയം സെൽഫ് ഡിസിപ്ലിൻഡും അതുപോലെ തന്നെ സ്വയം നിയന്ത്രണവും പിന്നെ ഫ്രീഡവും ഒക്കെ കൈവരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് മോണ്ടിസോറി രീതിയിൽ നോർമലൈസേഷൻ, അതായത് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുന്നതും സ്വയം നമുക്ക് എല്ലാം ചെയ്യാം, സെൽഫ് കറക്ഷനിലൂടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാനും വേണ്ടിയിട്ട് ഈ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ നിർണായക പങ്ക് ഇതിലൂടെ വെച്ചാൽ നോർമലൈസേഷൻ ഇതിനൊരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് നോർമലൈസേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷന് ഫസ്റ്റ് 3 പോയിന്റ്സ് അസീന കേട്ടോ. Okay, ma'am. Good morning to respected ma'am and my dear friends. ഞാനിന്ന് എടുക്കാൻ പോകുന്ന മൈ ടോപ്പിക് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. മോണ്ടിസോറി പ്രകാരം നോർമലൈസ്ഡ് കുട്ടികളിൽ ചില പ്രത്യേക ഗുണങ്ങൾ കാണപ്പെടുന്നു. ഇതിൽ പ്രധാനപ്പെട്ട 3 ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. ഫസ്റ്റ് വൺ, ലവ് ഓഫ് ഓർഡർ. ഓർഡറിനോടുള്ള സ്നേഹമാണ്. മോണ്ടിസോറി പ്രകാരം നോർമലൈസ്ഡ് ആയ കുട്ടികൾക്ക് അവരുടെ പരിസരത്തോട് ഒരു പ്രത്യേക ഓർഡർ സെൻസ് ഉണ്ടാകും. വസ്തുക്കൾ ക്രമത്തിലായിരിക്കണം, കാര്യങ്ങൾ സ്ഥിരതയോടെ നടക്കണം എന്ന ആഗ്രഹം കുട്ടികളിൽ പൊതുവായി കാണപ്പെടുന്നു. എക്സ്പ്ലനേഷൻ. കുട്ടിക്ക് ഓർഡർ എന്നത് വെറും വൃത്തിയല്ല, അത് കുട്ടിക്ക് സെക്യൂരിറ്റിയും മെന്റൽ സ്റ്റെബിലിറ്റിയും നൽകുന്ന ഒന്നാണ്. ഒരേ സ്ഥലത്ത് വസ്തുക്കൾ കാണുമ്പോൾ കുട്ടിക്ക് ആത്മവിശ്വാസവും മാനസിക ശാന്തിയും ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപയോഗിച്ച മെറ്റീരിയൽ വീണ്ടും അതേ പ്ലേസിൽ വെക്കുന്നത്, വർക്ക് മാറ്റി നേരെയാക്കി വെക്കുന്നത്, പിന്നെ റൂട്ടീൻ മാറുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത തോന്നുമല്ല ഇതുകൊണ്ടാണ്. ഇമ്പോർട്ടൻസ് ഓർഡർ, കോൺസെൻട്രേഷൻ ഇതുവഴി ലഭിക്കുന്നു. ഡിസിപ്ലിൻ, അത് ഡിസോർഡർ ഉള്ള എൻവയോൺമെന്റ് കുട്ടിയെ മെന്റലി ഡിസ്റ്റർബ് ചെയ്യും. ഓർഡർലി എൻവയോൺമെന്റ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വളരെയധികം സഹായിക്കുന്നു. ഇതിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് ക്ലാസ് റൂം ഓർഡറിലായി ആക്കണം, മെറ്റീരിയൽസ് ഡെഫിനിറ്റ് പ്ലേസിൽ തന്നെ വെക്കണം, കുട്ടിയുടെ ഓർഡർ സെൻസ് ഡിസ്റ്റർബ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ, ലവ് ഓഫ് വർക്ക്, ജോലിയോടുള്ള സ്നേഹം. മോണ്ടിസോറിയിൽ വർക്ക് എന്നത് പനിഷ്മെന്റ് അല്ല, കുട്ടി സ്വമേധയാ സന്തോഷത്തോടെ ചെയ്യുന്ന എല്ലാ പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസും വർക്കാണ്. നോർമലൈസ്ഡ് ചൈൽഡ് ജോലി ചെയ്യുന്നത് ജോയ്ഫുള്ളി ആയിട്ടാണ്, റിവാർഡ് അല്ലെങ്കിൽ പ്രഷർ ഇതിന് ആവശ്യമില്ല. മോണ്ടിസോറിയിൽ വർക്ക് എന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്രഷൻ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ആയിട്ട് ഈ ജഗ്ഗിലൊക്കെ വെള്ളം ഒഴിക്കുന്നത്, ഡ്രസ്സ് ബട്ടണിങ്, ക്ലീനിങ്, ഒരേ ആക്ടിവിറ്റി പലതവണ ബോറാവാതെ ആവർത്തിക്കുന്നത്, വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ സന്തോഷം ഇതുമൂലം കുട്ടിയുടെ മുഖത്ത് കാണുന്നു. ഇതുമൂലം വർക്കിലെ കുട്ടിക്ക് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ലഭിക്കുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നു. കുട്ടികൾക്ക് തന്നെ തോന്നും ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, എനിക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്ന്. ഡിഫറൻസ് ഫ്രം ഫോഴ്സ്ഡ് വർക്ക്. മോണ്ടിസോറി വർക്കും ഫോഴ്സ്ഡ് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോഴ്സ്ഡ് വർക്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു, എങ്കിൽ മോണ്ടിസോറി വർക്കിൽ അവിടെ ജോയിയാണ്, സന്തോഷമാണ് ഉണ്ടാവുന്നത്. അതേസമയം ഫോഴ്സ്ഡ് വർക്ക് എക്സ്റ്റേണൽ റിവാർഡ് ആണെങ്കിൽ മോണ്ടിസോറിയിൽ ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഫോഴ്സ്ഡ് വർക്കിൽ ഫിയർ ആണെങ്കിൽ മോണ്ടിസോറിയിലൂടെ ഫ്രീഡം ആണ് തോന്നുന്നത്. കുട്ടികൾ
ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് വർക്ക് ഇമ്പോസ് ചെയ്യരുത്, ചൈൽഡിന്റെ ഇൻട്രസ്റ്റ് ഒബ്സർവ് ചെയ്യണം, കുട്ടികൾക്ക് പിന്നെ ലിമിറ്റോട് കൂടിയുള്ള ഫ്രീഡം നൽകണം എന്നാണ്. നെക്സ്റ്റ് വൺ, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, ആഴത്തിലുള്ള സ്വാഭാവിക ഏകാഗ്രത. കുട്ടി സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയിൽ ഡീപ്പ് കോൺസെൻട്രേഷൻ കാണിക്കുന്നതിനെയാണ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല, പ്രോപ്പർ എൻവയോൺമെന്റും റൈറ്റ് മെറ്റീരിയലും കിട്ടുമ്പോൾ കോൺസെൻട്രേഷൻ നാച്ചുറലി വരുന്നതാണ്. ചൈൽഡ് സറൗണ്ടിങ് മറന്ന് വർക്കിൽ കംപ്ലീറ്റ്ലി ഇമേഴ്സ് ആവും. ചൈൽഡിനെ നെയിം വിളിച്ചാലും റെസ്പോൺസ് ചെയ്യില്ല. കുട്ടി അതിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുട്ടിയെ വിളിച്ചാൽ കുട്ടി അത് പ്രതികരിക്കുന്നേ ഇല്ല. അതേപോലെ ഫുൾ അറ്റൻഷനോടെ തന്നെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വർക്ക് ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഡിസ്റ്റർബ് ആവും. അതിൽ കോൺസെൻട്രേഷൻ ഈസ് ദ ബേസ് ഓഫ് ലേണിംഗ്. ഡിസിപ്ലിൻ കോൺസെൻട്രേഷനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് നോർമലൈസേഷനിലേക്ക് നയിക്കുന്നു. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചൈൽഡിനെ ഇന്ററപ്റ്റ് ചെയ്യരുത്, സൈലന്റ് ആൻഡ് കാം അറ്റ്മോസ്ഫിയർ നിലനിർത്തി ചെയ്യണം, റൈറ്റ് വർക്ക് അറ്റ് റൈറ്റ് ടൈം നൽകണം. ഈ 3 ഗുണങ്ങളും കൂടി ഒരുമിച്ച് ഉള്ള ഒരു കുട്ടിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ആതിര, പ്രസന്റ് ചെയ്തോട്ടോ. Good morning, everyone. Good morning, ma'am. Today I am discussing about the topic characteristic of normalized child. So, first one, attachment to reality. The mind constructs itself through contact with existence, not with the projection of make-believe. The foundation of it all is external world, as taken in the first through the sense and movement, and later by the reason and imagination. The information so received is worked upon, integrated, and raised to the order of intelligence. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ് ആക്ച്വലി നമ്മുടെ റിയൽ വേൾഡുമായിട്ട് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ റിയൽ വേൾഡ് ആണ്, അതുമായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുള്ളതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. നോർമൽ ഒരു സ്കൂൾ എൻവയോൺമെന്റിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത്. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിംഗ് ഫ്രെയിം നമ്മൾ ശരിക്കും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെയാണ് ബാക്കി എല്ലാ മെറ്റീരിയൽസും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറിയിൽ ഉള്ളത്. ഒരു മോണ്ടിസോറി ലൈഫ് എൻവയോൺമെന്റിൽ വരുന്ന ഒരു കുട്ടിക്ക് റിയൽ ലൈഫുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ആവാനായിട്ട് സാധിക്കും. ആ റിയൽ ലൈഫിലെ കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് റിയൽ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് അവർക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാനും സാധിക്കും. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന് ഉള്ള സ്പെഷ്യാലിറ്റി. അതാണ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് റിയൽ ലൈഫുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികൾക്ക് സാധിക്കും. സെക്കൻഡ് പോയിന്റ് ആണ് ലവ് ഓഫ് സൈലൻസ്. This does not mean that the child like to work in loneliness, but rather than in that psychological isolation mentioned above, which is the result of concentration. At the other time, when the aim of the work is more conscious and the external child frequently work together in automatically formed group. ഈ പോയിന്റിൽ പറയുന്നത് ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് കുട്ടികൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന് പോയി വർക്ക് ചെയ്യുക എന്നതല്ല ലവ് ഓഫ് സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനെ അവർക്ക് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അതായത് ചുറ്റും എന്തൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ആ ഡിസ്റ്റർബൻസ് അവർ ശ്രദ്ധിക്കാതെ അവർ ചെയ്യുന്ന വർക്ക് എന്താണോ ആ വർക്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മറിയ മോണ്ടിസോറി ഒരു എക്സ്പെരിമെന്റിലൂടെ അത് പറയും. നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മറിയ മോണ്ടിസോറി ഒരു എക്സ്പെരിമെന്റിലൂടെ നമുക്കത് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് മോണ്ടിസോറി ഒരു ദിവസം ക്ലാസ്സിലേക്ക് ഒരു 4 മാസം പ്രായമായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ക്ലാസ്സിലേക്ക് വരികയാണ്. മോണ്ടിസോറി ആ കുട്ടിയെ വളരെയധികം ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് കുട്ടികളോട് പറയുവാണ്, നിങ്ങൾക്ക് ഇവള് സൈലന്റ് ആയിട്ട്, ഇവളുടെ ബ്രീത്ത് എന്ത് സോഫ്റ്റ് ആണ്,
ഇവള് സൈലന്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് കുട്ടികളോട് മോണ്ടിസോറി പറയാണ്. അപ്പൊ കുട്ടികൾ മോണ്ടിസോറിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ട് കുട്ടികൾ അത് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അവർ അത്രത്തോളം സൈലന്റ് ആവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ മോണ്ടിസോറി തന്നെ വണ്ടഡ് ആവാണ്. കാരണം കുട്ടികൾ അത്രത്തോളം അത് മോണ്ടിസോറി പറയുന്നത് കേട്ടിട്ട് അത്രത്തോളം അവർ സൈലന്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അവര് ചുറ്റുമുള്ളതൊക്കെ മൈൻഡ് ചെയ്യാതെ അവരെന്താണോ അവർക്ക് ചെയ്യാൻ കൊടുത്ത ടാസ്ക് അതിൽ അവർ ശ്രദ്ധിച്ച് ചെയ്യുന്നു. അതാണ് ലവ് ഓഫ് സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് ആണ് സബ്മിഷൻ. പിന്നെ പറയുന്നത് പിന്നെ ഗ്രൂപ്പായിട്ടൊരു വർക്ക്, ഇപ്പൊ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു എല്ലാം മറ്റതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരുടെ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് സൈലന്റ് ആയിട്ടിരുന്ന് ചെയ്യുന്നു. പക്ഷെ ഗ്രൂപ്പായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ അവർ മറ്റു കുട്ടികളെയും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെയും കൂടി ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് മറ്റു കുട്ടികൾ ഒരു ഗ്രൂപ്പ് വർക്കായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഒരു ഗ്രൂപ്പ് വർക്കിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ആണ് submission of the possessive instinct. The mode of normalized children to their prepared environment and to all the enhancing occupations contained in it is that of intense love, not stupidity. It is true that in the first flush of their enthusiasm, children may wish to take the material home with them, but only for use. The reason why the normalized child has this defect of always wanted to possess things is because he has sublimated his interest in them. അതായത് മോണ്ടിസോറിക്ക് നമ്മൾ മറ്റേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറച്ച് ഗിഫ്റ്റുകൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ആ ഗിഫ്റ്റും മോണ്ടിസോറി മെറ്റീരിയൽസും കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നു. പക്ഷെ കുട്ടികൾ ചൂസ് ചെയ്യുന്നത് മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. അതൊരിക്കലും മോണ്ടിസോറി ഫോഴ്സ് ചെയ്തത് കൊണ്ട് അല്ല കുട്ടികൾ അത് ചൂസ് ചെയ്തത്. അവരുടെ ഉള്ളിൽ നിന്നുണ്ടായ അവരുടെ ഇൻസ്റ്റിക്റ്റിൽ നിന്നുണ്ടായ ആ ഒരു ഇഷ്ടം കൊണ്ടാണ്, അവർക്ക് ആ മെറ്റീരിയൽസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ആ മെറ്റീരിയൽ ചൂസ് ചെയ്തത്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അതായത് ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണയുടെ ഫലമായിട്ടാണ് കുട്ടികൾ ആ മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നോർമൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ കൊണ്ട് അതിനകത്ത് നമ്മൾ ഇഷ്ടപ്പെടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ സ്വയം മെറ്റീരിയൽസിനോടൊരു ഇഷ്ടം തോന്നിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ലൈവായിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോയപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കണ്ടപ്പോൾ നമുക്ക് ആദ്യം തോന്നിയത് എന്താണ്? നമുക്കത് എടുക്കണം, നമുക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകണം, അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെയാണ് നമുക്ക് തോന്നിയത്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും തോന്നുന്നത്. നമ്മൾ അഡൾട്ട് ആണ്, നമുക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നത് എനിക്കിത് കൊണ്ടുപോകണം, എനിക്കിത് വീട്ടിൽ കൊണ്ടുപോകണം, എന്റെയാണ്, അങ്ങനെ ഒരു കൗതുകമാണ് കുട്ടികൾക്ക് തോന്നുന്നത്. ചില കുട്ടികൾ ചിലപ്പോൾ നമ്മൾ കാണാതെയൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരിക്കാം വീട്ടിലേക്കൊക്കെ. പക്ഷെ അത് പിന്നീട് അവർക്ക് അത് മനസ്സിലാവും. ഓരോ ദിവസവും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും അത് തനിക്ക് മാത്രമുള്ളതല്ല, എല്ലാ കുട്ടികൾക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് അങ്ങനെ അതുകൊണ്ട് അതൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് കുട്ടികൾക്ക് പിന്നീട് അത് മനസ്സിലാവും. അപ്പോഴാണ് കുട്ടി ഒരു നോർമലൈസ്ഡ് ചൈൽഡായിട്ട് മാറുന്നത്. അപ്പൊ കുട്ടി പിന്നെ അതങ്ങനെ ആവർത്തിക്കില്ല. പിന്നീട് എല്ലാ കുട്ടികളുടെയും കൂടി ഇരുന്ന് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പേഷ്യൻസും കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാനൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കിപ്പോ പിങ്ക് ടവറാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒരു കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്ത് കഴിയുന്ന വരെ നമ്മളോട് വെയിറ്റ് ചെയ്തിട്ട് അവൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അത്രയും നേരം അത് അവൻ ചെയ്ത് കഴിയുന്ന വരെ നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. അത് ഫോർ എവർ അവരുടെ ലൈഫിൽ അത് അവർക്ക് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടും. ആ ഒരു പേഷ്യൻസ് അവർക്ക് ലൈഫ് ലോങ് എപ്പോഴും ഉണ്ടാവും. അതാണ് ഈ സബ്മിഷൻ ആൻഡ് പൊസസീവ് ഇന്റൻസ് എന്ന പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു മാം. താങ്ക് യു എവരി വൺ. താങ്ക് യു മാം. നെക്സ്റ്റ് ടെസ്റ്റ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. മൂന്ന് പോയിന്റ്സ് ആണ്. അതിൽ പവർ ടു ആക്ട് ഫ്രം റിയൽ ജോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി, ഒബീഡിയൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. 3 പോയിന്റ്സ് ആണ്. അതിൽ നമ്മൾ നോർമലൈസേഷനെ കുറിച്ചിട്ട് നമ്മുടെ സ്നേഹം പറഞ്ഞു. ഒരു കുട്ടി തന്റെ ചുറ്റുപാടുകളിൽ ഇണങ്ങിച്ചേർന്ന് ആത്മനിയന്ത്രണത്തോടെയും താല്പര്യത്തോടെയും കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന ഘട്ടമാണത്. അതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം, പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് ആൻഡ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി.
Children are now forced in their actions by real choice and on longer by mere inquisitiveness. എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൗതുകത്തോടെ താൽക്കാലികമായ ആകർഷണത്തോടെ അല്ലാതെ യഥാർത്ഥ ബോധ്യത്തോടെയും സ്വതന്ത്രമായ തീരുമാനത്തോടെയും പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഇതിന് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിയും ഞാനിപ്പോ ഒരു മോണ്ടിസോറി സ്കൂളിൽ ആണ് പ്രാക്ടീസിന് പോയത്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ക്ലാസ് ഞാൻ എന്ത് പറഞ്ഞാലും ആ കുട്ടി കേൾക്കുമായിരുന്നില്ല. ആ കുട്ടി ശ്രദ്ധിക്കില്ല എന്താ ഞാൻ പറയണെന്നോ, ഒരു സ്റ്റോറി പറഞ്ഞാലോ ആക്ഷൻ സോങ് പറഞ്ഞാലോ ആ കുട്ടി ശ്രദ്ധിക്കില്ല. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് തീരെ ശ്രദ്ധയില്ല ആ കുട്ടിക്ക്. അപ്പോ ഞാൻ അവനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമില്ല, അവൻ ശ്രദ്ധിക്കുമായിരുന്നില്ല. അതിനുശേഷം ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർക്ക് ആക്ടിവിറ്റി കൊടുത്തത്. ആക്ടിവിറ്റി കൊടുത്തു തുടങ്ങിയപ്പോ അവൻ എന്നെ കൊണ്ടുപോയിട്ട് ആക്ടിവിറ്റി ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ പറയും ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവൻ അത് ചെയ്യില്ല. അപ്പൊ അവന് ഒരു ആക്ടിവിറ്റി അവന് ഒരു താല്പര്യമുള്ളതുണ്ട്. അവൻ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ പോയി എനിക്ക് അത് ഒന്ന് കാണിച്ചു തരും, വരയില കാണിച്ചു തരും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതാണോ ചോദിക്കുമ്പോ അതേ പറയാം. അപ്പൊ അതെടുത്ത് കൊടുക്കുമ്പോ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതിലവിടെ ഒരുപാട് നേരം ഇരുന്ന് അവൻ ചെയ്യും. അവന് ഇഷ്ടമുള്ളത് അവരിന്ന് ചെയ്യും. അതാണ് അവർക്ക് അവരെ നമുക്ക് അവര് തന്നെ തെരഞ്ഞെടുക്കുന്നതാണ്. അവർക്ക് നമുക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുമ്പോൾ അവര് ഫ്രീഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ തെരഞ്ഞെടുത്ത് അവര് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പൊ അതിലെല്ലാം വരുന്നുണ്ട്. അവര് കോൺസെൻട്രേഷൻ വരുന്നു, അവരുടെ താല്പര്യം വരുന്നു, അതുപോലെ അവർ തന്നെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും അവര് അതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷെ അവൻ അത് ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേറ്റ് അത് ചെയ്യണം കേട്ടാ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിച്ചു, അത് നോട്ട് ചെയ്തു അതിന്റെ കാര്യം. അപ്പൊ എന്നാ പറയുന്നത് അവൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഒന്നും റിപ്ലൈ തരുന്നില്ല എന്നുള്ളൂ. എന്ത് പറഞ്ഞാലും അവൻ നന്നായി ക്യാച്ച് ചെയ്യും, പക്ഷെ അതിനൊന്നും റിപ്ലൈ ഇല്ല എന്നുള്ളൂ. അപ്പോ അതാണ് ഇതില് പറയണത്. അവർക്ക് ഒരു പെട്ടെന്ന് കാണുന്ന ഒരു ക്യൂരിയോസിറ്റി അല്ല, അവനത് പിന്നീടും ഞാനത് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് പറയണത്. എനിക്ക് അത് എടുത്ത് കൊടുക്കണം എന്നാണ് പറയുക, ആ ആക്ടിവിറ്റി കൊടുക്കണം എന്നാണ് പറയണത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ഒരു എടുക്കുമല്ലോ, അതല്ല. പക്ഷെ അത് തന്നെ വേണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് തന്നെ ഒരുപാട് നേരം വരുന്നിട്ട് ചെയ്യണുണ്ട്. അപ്പൊ അതിലെല്ലാം വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒബേഡിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്നതല്ല, അവര് സ്വയം ചെയ്യുന്നതാണ്. അവരെ കൊണ്ട് അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയല്ല. അവർക്ക് തോന്നുവാണ്, നമ്മള് ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണം എന്നുള്ള കുട്ടികളുടെ മനസ്സിൽ വരും. അവർക്ക് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, അതുപോലെ അതും അവരുടെ മനസ്സിലേക്ക് വരും. മറ്റുള്ളവരുടെ ബഹുമാനം, അതൊക്കെ അവർക്ക് തന്നെ സ്വയം വരും. നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട എന്നാണ് എനിക്ക് മോണ്ടിസോറി സ്കൂളിൽ നിന്ന് അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. അവര് തന്നെ അവരിപ്പോ കുറച്ചായല്ലോ, അപ്പൊ ഞാൻ കുറച്ചതിന് ശേഷമാണല്ലോ ചെന്നത്. അപ്പൊ അവര് പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ചെയ്യണം. അവര് എന്നോട് കുറച്ച് പറഞ്ഞു തരും, കാരണം എനിക്ക് ഫുള്ളായിട്ട് അറിയില്ലല്ലോ. എങ്കിലും അവരെന്നോട് കുറച്ച് പറഞ്ഞു തരും. അപ്പൊ അവരങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവര് കടന്നു ചെന്നിട്ടുണ്ട്. അപ്പൊ അവര് എന്നോട് കുറച്ച് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞാലും ആദ്യം നമുക്ക് അറിയണ്ടായിരുന്നു. ആദ്യം ഞാൻ പറയും അങ്ങനെ ചെയ്യുന്ന പറയുമ്പോ അവര് ശ്രദ്ധിക്കും. പിന്നീട് കുറച്ച് എനിക്ക് പറഞ്ഞു. പിന്നെ അവര് ഭയങ്കര പിന്നെ ഞാൻ ഈ ആക്ടിവിറ്റി ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോ അവർക്ക് ഭയങ്കര താല്പര്യം ഇപ്പൊ അവര് ഞാൻ പറയുന്നത് അനുസരിച്ച് തുടങ്ങി. എന്താ വേണ്ടത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞാനത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ വന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങി. ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനുള്ളത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ താല്പര്യമാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനും. അതുപോലെ പല ആക്ടിവിറ്റി ആണ് ഒരാൾക്ക് ഇപ്പോ ഒരു 4-5 ആക്ടിവിറ്റി ഒരുമിച്ചാണ് കൊടുക്കുന്നത്. കുറച്ച് കുട്ടികൾ ചിലപ്പോൾ ഓടുമ്പോൾ ചെറുതായിട്ട് എഴുതുമായിരിക്കും. കുറച്ച് കുട്ടികൾ അവിടെ പല ആക്ടിവിറ്റികളായിട്ട് ഞാനിപ്പോ ബോൾസ് ഒക്കെ ഇങ്ങനെ കോർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് ടവർ പോലെയുള്ള സംഭവങ്ങളുണ്ട്, അത് ചെയ്യാൻ കൊടുക്കും. പിന്നെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോൾസ് കൗണ്ട് ചെയ്യാൻ കൊടുക്കും. അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോൾ അവര് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എന്നോട് വന്ന് പറയും, ചിലപ്പോ പറയും നമ്മളോട് ഇത് എനിക്ക് അത് വേണം ഇത് വേണം. അപ്പൊ ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യുമോനെ അവിടെ ഇരിക്കും, അപ്പൊ അവന്റെ കഴിയുമ്പോൾ തരും, ആ കൊച്ചിന് തരുമ്പോ അവര് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള മനസ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അതും അതില് വരുന്നുണ്ട്. അപ്പൊ എല്ലാതും എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ വന്നപ്പോ എനിക്ക് ശരിക്കും അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. എന്തൊക്കെ അവർക്ക് അതിന്റെ ഗുണങ്ങൾ, നമുക്ക് ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനീഷ്യേറ്റീവ്, അത് തന്നെ ഈ ഇൻഡിപെൻഡൻസ് നമുക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അവരെല്ലാതും നമുക്ക്
അവരെല്ലാവരും നമ്മൾ പറയുന്നത് അനുസരിക്കുകയും ചെയ്യും. അവർക്ക് നമുക്ക് കുട്ടി സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യാൻ അവർക്ക് അപ്പൊ ഒരു ആത്മവിശ്വാസം വരും. ഈ ഇൻഡിപെൻഡൻസ് കൊടുക്കുമ്പോൾ അവർ തന്നെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആത്മവിശ്വാസം വരും. എനിക്ക് തന്നെ ചെയ്യാൻ കഴിയും. അപ്പൊ അവർക്കൊരു ആത്മവിശ്വാസമല്ലേ, പിന്നീടും അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെ പഠിക്കണം എന്ന് പിന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കും. എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്താൽ എനിക്ക് കറക്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് തന്നെ അതിന്റെ ഇത് മനസ്സിലാവണല്ലോ, കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാതെ ഇതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ നമ്മളൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടി നിന്നാൽ മതി എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. അവർക്ക് ജസ്റ്റ് ഒന്ന് അവർക്ക് വഴികാട്ടിയിട്ട് നിൽക്കുക, അപ്പൊ അവരതെല്ലാതും ചെയ്തോളും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് എടുത്തോട്ടോ. താങ്ക് യു. അശ്വതി ട്ടോ. Okay, ma'am. Good morning, ma'am. Good morning, everyone. Today I am discussing about the topic in a class of normalized children. In a Montessori classroom, when children became normalized, the classroom atmosphere changes completely. A normalized child does not need constant mental help from the children. They become independent in doing their work. They show concentration in activities. They behave calm and peacefully. മോണ്ടിസോറി രീതിയിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്നത് ശ്രദ്ധയോടെ ജോലി ചെയ്യുന്ന, സ്വയം നിയന്ത്രണമുള്ള, സന്തോഷത്തോടെ പഠിക്കുന്ന കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത്. നോർമലൈസ്ഡ് കുട്ടികളുള്ള ക്ലാസ്സിൽ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായം സ്വാഭാവികമായി നടക്കും. കുട്ടികൾ തമ്മിൽ മത്സരമില്ല, ഒരാൾ മറ്റേയാളെ സഹായിക്കുന്നു. മുതിർന്ന കുട്ടികൾ ചെറു കുട്ടികളെ സ്വയം പഠിപ്പിക്കുന്ന, ഇവിടെ കുട്ടികൾ ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് പഠിക്കുന്നത്. എക്സാമ്പിൾസ്: മ്യൂച്വൽ ഹെൽപ്പ്, ചിൽഡ്രൻ ഹെൽപ്പിംഗ് ഈച്ച് അതർ. ഒരു കുട്ടിക്ക് മെറ്റീരിയൽ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അടുത്ത കുട്ടി ഹെൽപ്പ് ചെയ്യുന്നു. പീസ്ഫുൾ ക്ലാസ് റൂം, ശാന്തമായ ക്ലാസ്. ക്ലാസ്സിൽ കൂട്ടക്കരച്ചിലോ ശബ്ദമോ ഇല്ല. കുട്ടികൾ അവരുടെ ജോലി ശ്രദ്ധയോടെ ചെയ്യുന്നു. ഓരോ കുട്ടിയും സ്വന്തം മാറ്റ്, ടേബിൾ ശാന്തമായി ജോലി ചെയ്യുന്നു. റെസ്പെക്ട് ഫോർ അതേഴ്സ്, പരസ്പര ബഹുമാനം. മറ്റൊരു കുട്ടിയുടെ ഇടപെടലില്ല. മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ ടേൺ കാത്തിരിക്കും. മറ്റുള്ളവരുടെ സ്പേസ് ബഹുമാനിക്കുന്നു. സെൽഫ് ഡിസിപ്ലിൻ, സ്വയം നിയന്ത്രണം. ടീച്ചർ ക്ലാസ്സിൽ ഇല്ലെങ്കിലും കുട്ടികൾ ക്രമം പാലിക്കുന്നു. മെറ്റീരിയൽസ് എടുത്ത് ശരിയായ സ്ഥലത്ത് തിരികെ വെക്കുന്നു. നിയമങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതില്ല. ഇൻഡിപെൻഡൻസ്, കുട്ടികൾ സ്വയം മെറ്റീരിയൽസ് എടുത്ത് ജോലി ചെയ്യുന്നു. ടീച്ചറിനെ തുടർച്ചയായി വിളിക്കില്ല. സ്വന്തം മിസ്റ്റേക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ജോയ് ഇൻ വർക്ക്, ജോലി ചെയ്യുമ്പോൾ കുട്ടിയുടെ മുഖത്ത് സന്തോഷം കാണാം. ജോലി തീരുമ്പോൾ അഭിമാനവും തോന്നുന്നു. മിസ്, ഞാൻ സ്പീഡിൽ എടുക്കണ, കൊച്ചു എണീറ്റ് കരച്ചിൽ, അതാട്ടെ സ്പീഡിൽ എടുക്കണേ, ആർക്കൊന്നും തോന്നല്ലേ. കോർപ്പറേഷൻ ഇൻസ്റ്റന്റ് ഓഫ് കോമ്പറ്റീഷൻ, ആരാണ് ആദ്യം എന്ന മത്സരമില്ല. എങ്ങനെ ടുഗദർ ചെയ്യാം, എങ്ങനെ എന്ന ചിന്തയാണ് ഗ്രൂപ്പ് വർക്ക്. വളരെ നല്ല കോർപ്പറേഷൻ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, സ്വാഭാവിക സ്വയം നിയന്ത്രണം. മോണ്ടിസോറി ക്ലാസ്സിൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് ശിക്ഷയോ ഭയമോ വേണ്ട. കുട്ടികൾ സ്വയം ശാന്തരാകുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ടീച്ചർ ക്ലാസ്സിൽ ഇല്ലെങ്കിലും ക്രമം നിലനിൽക്കും. ഇത് നിർബന്ധമല്ല, സ്വാഭാവികമായി വരുന്ന ഡിസിപ്ലിൻ ആണ്. ഇതെല്ലാമാണ് മോണ്ടിസോറി സ്കൂൾ കണ്ടാൽ ആളുകൾക്ക് ഏറ്റവും അധികം അത്ഭുതം തോന്നുന്ന കാര്യം. ജോയ്, നോർമലൈസ്ഡ് കുട്ടിയുടെ മുഖത്ത് യഥാർത്ഥ സന്തോഷം കാണാം. അത് വെറും കളിയുടെ സന്തോഷമല്ല, സ്വന്തം കഴിവുകൾ ശരിയായി ഉപയോഗിക്കുമ്പോൾ വരുന്ന സന്തോഷമാണ്. ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ ആനന്ദം അനുഭവിക്കുന്നു. ഈ സന്തോഷം കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണാം. മോണ്ടിസോറി എഡ്യൂക്കേഷൻ കുട്ടികളെ സന്തോഷമുള്ള മനുഷ്യരാക്കുകയാണ്. കൺക്ലൂഷൻ: ഇൻ എ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, ലേണിംഗ് ഹാപ്പിനെസ് ഇൻ എ പീസ്ഫുൾ ആൻഡ് ഹാപ്പി എൻവറോൺമെന്റ്. Children are disciplined, independent and joyful, and they grow through cooperation. നോർമലൈസ്ഡ് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പഠനം ശാന്തവും സന്തോഷകരവുമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. കുട്ടികൾ സ്വയം നിയന്ത്രണമുള്ളവരും സ്വതന്ത്രരുമായി സഹകരണത്തിലൂടെ വളരുന്നവരുമാണ്. താങ്ക് യു, മാം. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നമ്മള് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാണ്. നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ഏതാണ്?
ഡീവിയേഷൻ അല്ലേ? തൻസീറ Yes, ma'am. ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ കേട്ടോ. Good morning to all. Today I am here to speak about an important topic, deviation. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങൾ എന്നതാണ്. ഇൻട്രൊഡക്ഷൻ. Every child is unique. Each child grows and learns in their own way. However, in some children, we can notice certain changes or differences in behavior, emotions, learning, or social interaction. These differences from normal developmental patterns are known as deviation. Understanding these deviation at an early stage is very important for a child's healthy growth. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ വളർച്ച, പെരുമാറ്റം, പഠനശേഷി, വികാരങ്ങൾ എന്നിവ ഒരേപോലെയാകണം എന്നില്ല. ചില കുട്ടികളിൽ പ്രായാനുസൃതമായ വളർച്ചയിൽ നിന്ന് വ്യത്യസ്തമായ മാറ്റങ്ങൾ കാണപ്പെടാം. ഇത്തരം മാറ്റങ്ങളെയാണ് വ്യതിയാനങ്ങൾ അഥവാ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇവ നേരത്തെ തിരിച്ചറിയുന്നത് കുട്ടികളുടെ ഭാവി വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. Meaning of deviation. Deviation refers to noticeable difference in a child's development when compared to children of the same age group. It does not always mean illness or disorder. Sometimes it is just a sign that the child needs extra care, attention, or guidance. വ്യതിയാനം എന്നത് എന്ത്? ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ വികാരപ്രകടനത്തിലോ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത മാറ്റങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയാണ് വ്യതിയാനം. ഇതെല്ലാം രോഗങ്ങളാണെന്ന് കരുതേണ്ടതില്ല. പലപ്പോഴും കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധയും സ്നേഹവും ആവശ്യമാണ് എന്നതിന്റെ സൂചന മാത്രമായിരിക്കും. Types of deviations in children. Behavior. First one, behavior deviations. Behavior deviations are related to a child's action and content. Some common examples are excessive anger or aggression, hyperactivity, disobedience, lack of self-control, frequent temper tantrums. കുട്ടികളിൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങൾ ഫസ്റ്റ് വൺ, പെരുമാറ്റ വ്യതിയാനങ്ങൾ. കുട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കാണുന്ന മാറ്റങ്ങളാണ് പെരുമാറ്റ വ്യതിയാനങ്ങൾ. അതിൽ വരുന്ന അതിയായ കോപം, അടങ്ങാതെ ഇരിക്കുക, അനുസരണ കുറവ്, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, ഇടയ്ക്കിടെ കയ്യടിയും കരച്ചിലും. Second one, emotional deviations. These deviations affect a child's emotional balance. Examples include excessive fear or anxiety, frequent sadness or crying, low self-confidence, emotional withdrawal, mood swings. വികാര വ്യതിയാനങ്ങൾ. കുട്ടിയുടെ വികാര നിയന്ത്രണത്തിൽ കാണുന്ന മാറ്റങ്ങളാണ് വികാര വ്യതിയാനങ്ങൾ. അതിയായ ഭയം, നിരന്തരം ദുഃഖം എപ്പോഴും ഉണ്ടായിരിക്കുക, ആത്മവിശ്വാസക്കുറവ്, ഒറ്റപ്പെടൽ, പെട്ടെന്ന് കരയുക. Third one, learning deviations. Learning deviations are seen when a child finds it difficult to learn like other children. They include difficulty in reading and writing, problems in mathematics, poor concentration, slow learning, lack of interest in studies. പഠന വ്യതിയാനങ്ങൾ. പഠനത്തിൽ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങളെയാണ് പഠന വ്യതിയാനങ്ങൾ. വായനയും എഴുത്തും ബുദ്ധിമുട്ടായി തോന്നുക, ഗണിതത്തിൽ പിന്നോക്കം, ശ്രദ്ധക്കുറവ്, പഠനത്തിൽ താല്പര്യം കുറവ്. Fourth one, social deviations. Social deviations affect a child's interaction with other. Examples are avoiding friends, preferring to stay alone, poor communication skill, difficulty in sharing and cooperating.
സാമൂഹിക വ്യതിയാനങ്ങൾ സുഹൃത്തുക്കളോടും സമൂഹത്തോടും ഇടപെടുന്നതിൽ കാണുന്ന വ്യതിയാനങ്ങൾ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ മടിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുക, സംസാരത്തിൽ കുറവ്, കണ്ണോടെ സംസാരിക്കാൻ മടിക്കുക, നേരിട്ട് സംസാരിക്കാൻ മടിക്കുക. ഇനി ഫിഫ്ത്ത് വൺ, ഫിസിക്കൽ ഡീവിയേഷൻസ്. Physical deviations are related to a child's body and movements. Some examples are delay in walking or talking, frequent tiredness, weak physical growth. ശാരീരിക വ്യതിയാനങ്ങൾ ശാരീരിക വളർച്ചയിലും ചലനങ്ങളിലുമുള്ള മാറ്റങ്ങൾ, നടക്കുന്നതിലും സംസാരിക്കുന്നതിലും വ്യത്യാസം, അമിതമായ ക്ഷീണം, വളർച്ചയിൽ പിന്നോക്കം. Causes of deviation. Some common causes of deviation in children are family problems, lack of parental care, stress and pressure, lack of emotional support, unfavorable school environment. വ്യതിയാനങ്ങൾക്ക് കാരണമാവുന്നത് കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, സ്നേഹവും ശ്രദ്ധയും ലഭിക്കാത്തത്, പഠന സമ്മർദ്ദം. Role of parents and teachers. Parents and teachers play a major role in identifying and managing deviations. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് കുട്ടികളെ താരതമ്യം ചെയ്യാതിരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക, കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയുക, പ്രോത്സാഹനം നൽകുക, ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായം തേടുക. Observe children carefully. Avoid comparing children with others. Provide love, care, and encouragement. Creative support environment. Seek professional help if needed. Conclusion. In conclusion, deviations seen in children should not be ignored or treated negatively. With early identification, proper guidance, and emotional support, children can overcome most of these challenges. Every child deserves understanding, patience, and encouragement to grow into a confident individual. കുട്ടികളിൽ കാണുന്ന വ്യതിയാനങ്ങളെ ഒരു ദൗർലഭ്യമായി കാണരുത്. സമയബന്ധിതമായ ശ്രദ്ധയും സ്നേഹവും മാർഗനിർദ്ദേശവും നൽകിയാൽ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ കഴിയും. ഓരോ കുട്ടിക്കും നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ചേർന്ന് സഹായിക്കണം. താങ്ക് യു ഓൾ. താങ്ക് യു മാം ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്. താങ്ക് യു. ഷിൻസി. ഷിൻസി ആബ്സെന്റ് ആണോ? ഓക്കെ. റേച്ചലോ? ഉണ്ട് മാം. Good morning, dear ma'am and dear friends. I am Rachel. Today I am going to present the topic deviation, types of deviation, as explained by Dr. Maria Montessori. Introduction. First of all, നമ്മൾ deviation എന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. According to Dr. Maria Montessori, deviation means abnormal, disturbed or unnatural behavior seen in children when the natural development of children is interrupted. Natural development എന്നത് natural growth, natural discipline and natural interest to work. ഈ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് ഡിസ്റ്റർബ് ആകുമ്പോഴാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഡീവിയേഷൻ ഈസ് നോട്ട് എ ഡിസീസ്. ഡീവിയേഷൻ ഈസ് നോട്ട് എ പെർമനൻറ്റ് ഡിഫക്റ്റ്. ഡീവിയേഷൻ ഈസ് നോട്ട് എ ഫോൾട്ട് ഓഫ് ചൈൽഡ്. മോണ്ടിസോറി പറഞ്ഞതുപോലെ എവ്രി ചൈൽഡ് ബ്രോൺ ഗുഡ്, ഡിസിപ്ലിൻഡ് ആൻഡ് നോർമൽ ബൈ നേച്ചർ. ഡീവിയേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ആണ് അൺസൂട്ടബിൾ എൻവയോൺമെൻറ്റ്. കുട്ടികൾക്ക് സൂറ്റബിൾ അല്ലാത്ത എൻവയോൺമെൻറ്റിൽ ആയിരിക്കുമ്പം ടു മച്ച് കൺട്രോൾ, ടു മച്ച് റെസ്ട്രിക്ഷൻ, നോ ഫ്രീഡം. ഇത് കുട്ടിയുടെ ഗ്രോത്ത് ഡിസ്റ്റർബ് ചെയ്യും. ലാക്ക് ഓഫ് പ്രോപ്പർ ഗൈഡൻസ്, ടീച്ചർ ഓർ അഡൽട്ട് ഗൈഡൻസ് ഇല്ലാതിരിക്കുമ്പം
കുട്ടി കൺഫ്യൂസ്ഡ് ആവും, പിന്നെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പർപ്പസ്ഫുൾ വർക്ക്. കുട്ടിക്ക് ചെയ്യാനുള്ള വർക്ക് ഇല്ലാതിരിക്കുമ്പം മൈൻഡ് റെസ്റ്റ്ലെസ് ആവും. ടൈപ്സ് ഓഫ് ചിൽഡ്രൻ ഷോയിങ് ഡീവിയേഷൻ. അതായത് മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത് ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിൽഡ്രൻ ഷോ ഡീവിയേഷൻ ഡിഫറെൻ്റ്ലി. ഫോർ എക്സാമ്പിൾ, നോട്ടി ചിൽഡ്രൻ. അതായത് ഈ കുട്ടികൾ ഓവർ ആക്റ്റീവ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആണ്, അതേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യും, ഡിസിപ്ലിൻ ഫോളോ ചെയ്യില്ല. വീക്ക് ചിൽഡ്രൻ ഷൈ ആയിരിക്കും, ഫിയർഫുൾ ആയിരിക്കും, വിത്ഡ്രോൺ ആയിരിക്കും, സൈലൻ്റ് ആയി ഒരു സൈഡിലിരിക്കും. ബ്രൈറ്റ് ചിൽഡ്രൻ ഇവർ വെരി ഇൻ്റലിജൻ്റ് ആണെങ്കിലും സംടൈംസ് ദിയർ ഇൻ്റലിജൻസ് ക്രിയേറ്റ്സ് ബിഹേവിയർ ദാറ്റ് സീംസ് അൺയൂഷ്വൽ ലൈക്ക് ഇംപാഷൻ ഓർ റെസ്റ്റ്ലെസ്നെസ്. റൂൾസ് ഫോളോ ചെയ്യില്ല, ഇന്നാക്റ്റീവ് ഓർ അൺഡിസിപ്ലിൻ ആയിരിക്കും. അതായത് എല്ലാ കുട്ടികളിലും ഡീവിയേഷൻ ഒരേപോലെയല്ല. ചില ഡീവിയേഷൻ കോമൺ ആണ്, ബട്ട് ചില ഡീവിയേഷൻ പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ചൈൽഡിൽ മാത്രം കാണാം. സോ ഡീവിയേഷൻ ഈസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ ചിൽഡ്രൻ. ഡീവിയേഷൻ ബിഹേവിയർ ഇൻ ചിൽഡ്രൻ. ഡീവിയേഷൻ ഉള്ളതായ കുട്ടികളിൽ നമ്മൾ കാണുന്ന മെയിൻ ബിഹേവിയേഴ്സ് ആണ് റെസ്റ്റ്ലെസ്നെസ്, അതായത് ശാന്തമില്ലാതെ ഇരിക്കുക, ഡിസൊബീഡിയൻസ്, ടീച്ചർ പറയുന്നത് ഒന്നും കേൾക്കാതിരിക്കുന്നത്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, വർക്ക്സ് ഒന്നും തന്നെ മൈൻഡിൽ നിൽക്കാതിരിക്കുന്നത്, അൺനെസസറി മൂവ്മെൻറ്റ്, എയിം ഒന്നും ഇല്ലാതെ ബോഡി മൂവ്മെൻറ്റ്സ്, എമോഷണൽ ഇൻബാലൻസ്, ആങ്കർ, ഫിയർ, ക്രൈയിങ്. ഈ ബിഹേവിയേഴ്സ് ഉള്ള കുട്ടികളുടെ നോർമൽ ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യും. ബട്ട് മോണ്ടിസോറി സ്ട്രോങ്ലി ബിലീവ്ഡ് ചിൽഡ്രൻസ് ആർ നോട്ട് ബാഡ് ബൈ നേച്ചർ. ബിഹേവിയർ ചേഞ്ച് ആവും എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്താൽ. പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് മോണ്ടിസോറി ക്ലാസ് റൂം. മോണ്ടിസോറി ക്ലാസ് റൂമിനെ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ് എന്നത് കെയർഫുള്ളി പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ക്ലാസ് റൂം, ചൈൽഡ് ഫ്രണ്ട്ലി ആൻഡ് ഏജ് അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽസ്, ഫ്രീഡം ടു ചൂസ് വർക്ക്, പ്രോപ്പർ ഗൈഡൻസ് ഫോർ ദി ടീച്ചർ, ക്ലീൻ ഓർഡർലി അട്രാക്റ്റീവ് സ്പേസ്, ലവിങ് ആൻഡ് ഗൈഡിങ് ടീച്ചർ. ഇതെല്ലാം കുട്ടിയുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് സൂറ്റബിൾ ആണ്. എഫക്റ്റ് ഓഫ് വർക്ക് വിത്ത് പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്. അതായത് ഡീവിയേഷൻ ഉള്ള കുട്ടികളിൽ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പം, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പം ഗ്രാജ്വലി അവരിൽ ചേഞ്ച് വരും. ഫോർ എക്സാമ്പിൾ, പോറിങ് വാട്ടർ, ബട്ടൺ ഫ്രെയിമിങ്, സ്വീപ്പിംഗ്, ഫോൾഡിങ് ക്ലോത്ത്സ്. ഈ വർക്ക് ചെയ്യുന്നതിലൂടെ ഹാൻഡ്സ് ബിസി ആവും, മൈൻഡ് ഫോക്കസ് ചെയ്യും, മൊമെൻറ്റ് പർപ്പസ്ഫുൾ ആകും. വർക്ക് ബിക്കം എ ഹീലിംഗ് പ്രോസസ്. ഡെവലപ്മെൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. കുട്ടികളിൽ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുമ്പം അവരുടെ ബോഡി മൂവ്മെൻറ്റിന് കൺട്രോൾ വരും. ഹാൻഡ് ഐ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യും. മൈൻഡ്, ബോഡി ആൻഡ് വില്ലിൻ്റെ കോർഡിനേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യും. മോണ്ടിസോറി പറഞ്ഞതുപോലെ കോൺസെൻട്രേഷൻ ഈസ് ഹീലിംഗ് ഫോഴ്സ്. അതായത് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുമ്പം പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റിൻ്റെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നെഗറ്റീവ് ട്രേറ്റ്സ് എല്ലാം സ്ലോലി ഡിസപ്പിയർ ചെയ്യും. സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്. ഡീവിയേഷൻ ഡിസപ്പിയർ ചെയ്യുമ്പം കുട്ടികളിൽ പോസിറ്റീവ് സോഷ്യൽ ആൻഡ് മോറൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഹെൽപ്പ് വൺ അനദർ, മ്യൂച്വൽ ഹെൽപ്പ്, ഓഫർ മോറൽ സപ്പോർട്ട് ടു പിയേഴ്സ്, വർക്ക് ടുഗെദർ ഇൻ ഹാർമണി, ഫോളോ റൂൾസ് നാച്ചുറലി, റെസ്പെക്ട് ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്. ഇത് അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. നോർമലൈസേഷൻ ദ ന്യൂ ചൈൽഡ്. ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനെ മോണ്ടിസോറി നോർമലൈസേഷൻ എന്ന് വിളിച്ചത്. നോർമലൈസേഷൻ കഴിഞ്ഞ കുട്ടികളെ ന്യൂ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. എ നോർമലൈസ്ഡ് ചിൽഡ്രൻ ഈസ് കാം, ഡിസിപ്ലിൻ, കോൺസെൻട്രേറ്റഡ്, സെൽഫ് കൺട്രോൾ, കോപ്പറേറ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബിഹേവിയർ. ഇതാണ് മോണ്ടിസോറി പറഞ്ഞ ട്രൂ നാച്ചുറൽ ഓഫ് ചൈൽഡ്ഹുഡ്. മോണ്ടിസോറി കോർ ബിലീഫ്. മോണ്ടിസോറി deviation is scored through work, not through punishment. പണിഷ്മെൻറ്റ് കുട്ടിയെ ഭയപ്പെടുത്തും, പക്ഷേ ബിഹേവിയർ പെർമനൻ്റ്ലി കറക്റ്റ് ചെയ്യില്ല. ബട്ട് മീനിങ് ഫുൾ വർക്ക് ഇൻ എ പ്രിപ്പയർഡ്
എൻവയോൺമെൻറ്റ് കോൺസെൻട്രേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യും ആൻഡ് കോൺസെൻട്രേഷൻ മൂലം നോർമലൈസേഷൻ ആവും. ഫൈനലി മോണ്ടിസോറി പ്രൂവ് ചെയ്തത് ഡീവിയേഷൻ പണിഷ്മെൻറ്റ് കൊണ്ടും സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ കൊണ്ടും മാറത്തില്ല, പകരം പ്രോപ്പർ എൻവയോൺമെൻറ്റ്, സ്യൂറ്റബിൾ മെറ്റീരിയൽസ്, ഫ്രീഡം ടു വർക്ക്, കോൺസെൻട്രേഷൻ ഇതൊക്കെ കൊണ്ട് ഡീവിയേഷൻ ഡിസപ്പിയർ ചെയ്യും ആൻഡ് കുട്ടികളിൽ ബാലൻസ്ഡ് നോർമലൈസ്ഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. Finally, I would like to thank dear Aparna ma'am for this opportunity and my dear classmate for listening. Thank you ma'am. Thank you all. നന്നായിരുന്നു കേട്ടോ. Thank you ma'am. ഓക്കെ, അശ്വതി ദേവ പ്രിപ്പയർഡ് ആണോ? അശ്വതി കേക്കാവോടാ? അല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ബാക്കിയുള്ളവര് സെമിനാർ എടുത്താൽ മതി. റേച്ചലിനോട് പറയണോട്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി. ഓക്കെ, സോറി റേച്ചലിനോടല്ല ഷിംസിനോട് കേട്ടോ. റേച്ചലിന് എടുത്തോ, സോറി ഷിംസിനോട് പറയണോട്ടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരണം. നെക്സ്റ്റ് ക്ലാസ്സിനോട് കൂടി നമുക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഇന്ന് നല്ല രീതിയിൽ എല്ലാവരും സെമിനാർ എടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം മുതൽ അശ്വതി സ്പീഡിൽ എടുത്തു, അത് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര വിഷമായി പോയി മിസ്. കൊച്ചു അപ്പൊ തന്നെ എണീറ്റ്, എനിക്ക് അതാ പെട്ടെന്ന് സ്പീഡ് എടുക്കേണ്ടി വന്നു. സോറി മാം. ഓക്കേടാ. അപ്പോ അശ്വതി മോൻ ടോപ്പിക് നോട്ട് ചെയ്തിട്ടില്ല അല്ലെ? സൈക്കിക് ഫ്യൂഗും പിന്നെ സൈക്കിക് ബാരിയറും ആണ്. ഞാനത് ടൈപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ. സൈക്കിക് ഫ്യൂഗ് ആൻഡ് സൈക്കിക് ബാരിയർ ആണ് എന്റെ ടോപ്പിക്. ഓക്കെ, നോട്ട് ചെയ്തിരിക്കട്ടോ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് അറിഞ്ഞോ ഇല്ലേ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സെമിനാർ പോർഷൻ തന്നത്. നിങ്ങൾക്ക് നമ്മൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് എഫക്റ്റീവായിട്ട് മനസ്സിലാവും നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു പറയുമ്പോഴാണ് അതിനൊരു വിജയം എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിലും മനോഹരമായിട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നി. എടുത്തവരത്രയും നന്നായിട്ട് അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞത്. വിത്ത് എക്സാമ്പിൾ ഓരോ പോയിന്റ്സും ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളും പറയുന്ന രീതി ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെമിനാർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് കിട്ടാനുണ്ടോ? നോക്കിയിട്ട് പറയണോ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് പറയണം ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് മിസ്സിംഗ് ആണോന്ന്. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാമോ? പറഞ്ഞോ ശ്രുതി. Thank you everyone to joining us today for this informative session. I just want to say thank you to our teacher for joining us with us today. Thank you, ma'am. And thank you everyone who took the seminar today did well. I would like to thank all my batchmates to actively participation. Thank you so much. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.